കഥയുടെ പേര് മേഘങ്ങളുടെ കത്തുകൾ. രചനയും അവതരണവും മാഗ്ലിൻ ജാക്സൺ. ഫെബ്രുവരി 14 രാത്രിയിലെ മങ്ങിയ ദീപ്തിയിൽ മായ റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിലിരുന്നു. ജനക്കൂട്ടത്തിനിടയിൽ അവൾ മാത്രം ഒറ്റയ്ക്കായി. അവളുടെ വിരലുകൾ കയ്യിലെ ചെറുകത്തിന്റെ ഒരു വശത്ത് തളർന്നിരിക്കുമ്പോൾ അവളുടെ മനസ്സ് അവൻ എഴുതിയ ഒടുവിലത്തെ വരികളെ സ്നേഹത്തോടെ തലോടുകയായിരുന്നു. മേഘങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന നിനക്ക് ഒരു കാറ്റ് വന്ന് തൊടുന്നുണ്ടെങ്കിൽ അത് ഞാനാണെന്ന് കരുതിക്കോളൂ, ഹരി. അവളുടെ ഹൃദയം പെട്ടെന്ന് കുളിർക്കൊണ്ടു. അവന്റെ പേര് വായിക്കാൻ പോലും അവൾ എത്ര നാളായി കാത്തിരുന്നത്. സമയം കഴിയുകയാണ്. അവളെ ചുറ്റിയിരുന്ന നിശബ്ദത ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. മുൻപ് ഫെബ്രുവരി 14 ഇതേ സമയം ഹരി അവളുടെ മുന്നിലിരുന്നു. കാത്തിരിപ്പ് എന്നും ഒരു പരീക്ഷണമാണ്. അവൻ പറഞ്ഞിരുന്നത് പോലെ ഇന്ന് അവളേക്കാൾ അതിന്റെ കഠിനത ആരും അറിയില്ല. സ്നേഹം അകലുമോ? എപ്പോഴും അവൾ അവനോട് ചോദിക്കുമായിരുന്നു. അവൻ ചിരിച്ചു മറുപടി പറയും. ഇതേപോലെ മേഘങ്ങൾ മഴയായി താഴെ എത്തുമെന്നുറപ്പുള്ളപ്പോൾ അതിനെ അകന്നു എന്ന് പറയാൻ പറ്റുമോ മായേ? ആ രാത്രി അവൾ അവനെ കണ്ടത് അവസാനമായിരുന്നു. അവൻ മേഘങ്ങളെ പിന്തുടർന്നു പോയി. അവന്റെ വരവിനായി അവൾ ഓരോ ദിവസവും കാത്തിരുന്നു. ഒരു കാറ്റ് മുഖത്ത് തട്ടുമ്പോഴോ ഒരു കത്ത് കയ്യിൽ വരുമ്പോഴോ അയാൾ ഒളിഞ്ഞു നിൽക്കുന്നതാവുമെന്ന വിചാരം അവളുടെ ഹൃദയത്തെ ചകിതയാക്കി. വർഷങ്ങൾക്കിപ്പുറവും അവളുടെ കൈകളിൽ അവന്റെ കത്തുകൾ മാത്രമേ അവശേഷിച്ചുള്ളൂ. പക്ഷേ അവ എഴുതിയ ആ കൈകളില്ല. വെളിച്ചം കുറഞ്ഞ സ്ട്രീറ്റ് ലാമ്പുകൾക്കിടയിൽ അവൾ ഒറ്റയ്ക്കിരുന്നു. തണുത്ത കാറ്റ് അവളുടെ കണ്ണുകളിൽ തട്ടിയപ്പോൾ അവൾ കണ്ണുകൾ അടച്ചു. മേഘങ്ങൾ ആകാശത്തേക്ക് ചേക്കേറിയിരുന്നു. അവൾ അതിനെ നോക്കി ചിരിച്ചു. ഹരി, ഇന്നും ഒരു കാറ്റ് തലോടുന്നുണ്ട്. കാത്തിരിപ്പിന് ദീർഘം കൂടി വരുന്നു. മേഘങ്ങൾ ഒരിക്കലെങ്കിലും മഴയായി തിരികെ എത്തും. ഹരി അവളെ വഞ്ചിച്ചു എന്ന് കരുതാൻ പറ്റില്ല. അതിനാലാണ് മായ ഇന്നും അവനെ കാത്തിരിക്കുന്നത്. അവൻ ഒഴിവാക്കാനാകാത്തൊരു യാത്രയ്ക്ക് പോയവൻ. അതൊരു മരണയാത്രയായോ? അവനെ ജീവിതം എവിടെയോ തട്ടിയുടച്ചോ? അവൾക്കറിയില്ല. മരിച്ചു എന്ന് കരുതാൻ അവന്റെ കത്തുകൾ ജീവിച്ചിരിക്കുന്നു. വഞ്ചിച്ചു എന്ന് കരുതാൻ അവന്റെ വാക്കുകൾ ശുദ്ധമാണ്. മേഘങ്ങൾ മഴയായി തിരികെ എത്തുമോ എന്നറിയില്ല. അവളുടെ കാത്തിരിപ്പിൽ അതൊരു സത്യമാണ്. ഇന്നും ഒരു കാറ്റ് തലോടിയിരുന്നു. അവളുടെ ചുണ്ടുകളിൽ ഈ വാക്കുകൾ മൃദുവായ നിസ്സഹായതയായി വീണു. നിങ്ങളാവുമോ ഹരി? ഇന്നും ഒരു കുളിർക്കാറ്റ് തലോടി കടന്നുപോയി. നിന്റെ സ്പർശം പോലെ. ഒരു നിമിഷത്തിന് ആ ഹൃദയത്തെ തണുപ്പിക്കാൻ കഴിഞ്ഞു. കടന്നുപോയ ആ കാറ്റിന് അതോ വെറും ഒരു തെറ്റിദ്ധാരണയോ? വീണ്ടും മന്ദമാരുതൻ വീശി. അവൾ കണ്ണുകളടച്ചു. അവന്റെ ശബ്ദം കാറ്റിൽ കലർന്നതായി തോന്നി. അവൻ എവിടെയായിരിക്കും? എന്തിനാണ് അവൾ ഇന്നും ഈ ഓർമ്മകളിൽ തളർന്നു നിൽക്കുന്നത്? മേഘങ്ങൾ ആകാശത്തേക്ക് ചേക്കേറിയിരിക്കുന്നു. അവൾ അതിനെ നോക്കി ചിരിച്ചു. ഒരു മഴവില്ലായി തിരികെ എത്തണേ, മാഞ്ഞു പോകാതെ. നന്ദി, നമസ്കാരം.